ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലെത്താൻ നോട്ടീസ് ലഭിച്ചിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. തുടർന്ന് ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു. എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ അംഗമായിരുന്നു വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CPIM-ന് കുരുക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിന്റെ അറസ്റ്റ്. കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിന് പിന്നാലെയാണ് നടപടി. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിജയകുമാറിനും അന്നത്തെ മറ്റൊരു ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനും നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇരുവരും ഹാജരായില്ല. ഇതിനിടയിൽ ഇരുവരും കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകി. തുടർന്നാണ് ഇന്ന് വിജയകുമാർ തിരുവനന്തപുരം ഇഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത്. തുടർന്ന് പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. അയ്യപ്പന് വിരുദ്ധമായ ഒന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു പ്രതി ചേർത്ത സമയത്ത് വിജയകുമാർ റിപ്പോർട്ടറിന് നൽകിയ പ്രതികരണം. ശബരിമല അയ്യപ്പനെതിരായിട്ടോ ദേവസ്വം ബോർഡിനെതിരായിട്ടോ ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ വ്യക്തിപരമായി അറിയത്തില്ല. ശബരിമല ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ച ദേവസ്വം ബോർഡ് യോഗത്തിൽ വിജയകുമാറും പങ്കെടുത്തിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്നത്തെ CPIM നോമിനി വിജയകുമാറും CPI നോമിനി ശങ്കരദാസും സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണെന്ന കണ്ടെത്തലിലേക്ക് SIT എത്തിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.